മോഹൻ വർഗീസ് ഇവിടെ ഈ രാത്രി സങ്കടത്തിന്റെ രാത്രിയാണ്. ഇത് വേദനയുടെ രാത്രിയാണ്, ഒരു തർക്കവുമില്ല. 241 പേർ നമ്മുടെ മണ്ണിൽ മരിച്ചു. അതിൽ വിദേശ പൗരന്മാർ ഉറപ്പായുമുണ്ട്. കൂടുതൽ ഇന്ത്യക്കാരാണ്. നേരിയ തോതിൽ ഒരു ആശ്വാസത്തിന്റെ പ്രതീകമായി ജീവിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. അത് അത്രയും സന്തോഷം. ഇപ്പോൾ അത്രയും ആശ്വാസം. ശ്രീ മോഹൻ വർഗീസ്, ഇവിടെ ഈ പറയുന്ന എയർ ഇന്ത്യ വിമാനങ്ങളുടെ ടെക്നിക്കൽ സ്റ്റാഗുകളെ പറ്റി അല്ലെങ്കിൽ എയർ ഇന്ത്യ വിമാനങ്ങളുടെ കാലപ്പഴക്കത്തെ പറ്റി ഒക്കെ വിമർശനങ്ങൾ ഉയർന്നു തുടങ്ങുന്നുണ്ട്. അതല്ല, ഈ ബോയിങ് 787 ഡ്രീം ലൈനർ എന്ന് പറഞ്ഞ വിമാനത്തിന്റെ തന്നെ പോരായ്മകളെ പറ്റി, അമേരിക്കയിൽ ഉണ്ടാകുന്ന ചർച്ചകളെ പറ്റിയും, അമേരിക്കൻ സർക്കാർ അതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയെ പറ്റിയും, അവിടുത്തെ വ്യോമയാന മേഖലയെ അല്ലെങ്കിൽ ബോയിങ്ങിൽ തന്നെ പ്രവർത്തിച്ച പല ആളുകൾ നേരത്തെ തന്നെ ഇത്തരത്തിൽ ഈ പറയുന്ന രീതിയിൽ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നൊക്കെയുള്ള വലിയ ചർച്ചകളൊക്കെ സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ഒക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെ ചർച്ചകളാണ്, ഇതൊക്കെ അനുമാനങ്ങളാണ്, നിഗമനങ്ങളാണ്. ഏതെങ്കിലും തരത്തിൽ നമുക്കൊരു കൺക്ലൂഷനിലേക്ക് എത്താൻ കഴിഞ്ഞില്ലെന്ന് പറയുമ്പോൾ പോലും നമ്മൾ നേരിട്ട ഒരു ദുരന്തത്തിന്റെ ആഴം വല്ലാത്ത ആഴമാണത്. ശ്രീ മോഹൻ വർഗീസ്, തീർച്ചയായും ശ്രീ ഹാഷ്മി, ബോയിങ് 787-8 എന്ന് പറയുന്ന ബോയിങ് വിമാനം താരതമ്യേന സുരക്ഷിതമായ വിമാനമാണ്, താരതമ്യേന ആധുനിക വിമാനമാണ്. 2011 മുതൽ അതിൻ്റെ ചരിത്രം തുടങ്ങുകയാണ്. 2014 ഇന്ത്യയുടെ ഫ്ലീറ്റിൻ്റെ ഭാഗമായി വന്നു, എയർ ഇന്ത്യയുടെ ഭാഗമായി വരുന്നു. കാര്യമായ പേരുദോഷമൊന്നും തന്നെ നാളിതുവരെ കേൾപ്പിച്ചിട്ടില്ലാത്ത ഒരു വിമാന മോഡൽ എന്ന് പറയുമ്പോൾ, അത് തകർന്നു എന്ന് പറയുമ്പോൾ സാധ്യതകൾ പലതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു പ്രോപ്പർ ത്രിതല അന്വേഷണം വേണ്ടി വരും. കാരണം ആദ്യം എയർപോർട്ട് അതോറിറ്റിയുമായി ബന്ധപ്പെട്ട അന്വേഷണമായിരിക്കും നടക്കുന്നത്. ഈ 3 തലങ്ങളിൽ പിന്നീട് അവസാനം ഈ ഒരു ജുഡീഷ്യൽ അന്വേഷണം വരെ ഉള്ള ഘട്ടങ്ങളിലേക്ക് എത്തി നിൽക്കുമ്പോൾ മാത്രമേ കൃത്യമായ കാരണങ്ങൾ അറിയൂ. അത് ഇപ്പോൾ വളരെ ഏർലി സ്റ്റേജാണ്. പക്ഷേ ഈ വിമാനത്തെക്കുറിച്ച് കാര്യമായ ആക്ഷേപങ്ങളില്ല. ആ വിമാനവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ മേജർ അപകടവുമാണിത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് ആണ് ഹാഷ്മി ഉപയോഗിക്കുന്നത്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് എന്നൊന്നില്ല. വ്യോമയാന രംഗത്ത് ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ്റെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ, സ്റ്റാൻഡേർഡ്സ്, അത് വികസിത രാജ്യമെന്നോ അവികസിത രാജ്യമെന്നോ വികസ്വര രാജ്യമെന്നോ വ്യത്യാസമില്ലാതെ തന്നെ എല്ലായിടത്തും യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ആകുന്ന സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ആണുള്ളത്. അതിനകത്ത് നമ്മുടെ ഷിക്കാഗോ കൺവെൻഷൻ 1945 ഷിക്കാഗോ പ്രോട്ടോക്കോളിൽ സിഗ്നറ്ററിയാണ് ഇന്ത്യ. അപ്പം അതുകൊണ്ട് ഇവിടെ ഈ വ്യോമ അപകടങ്ങൾക്ക്, പ്രത്യേകിച്ച് നമ്മുടെ ഒരു സംവിധാനത്തിൻ്റെ അനാസ്ഥ എന്ന് പറയുന്നതോ വിമാനത്തിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നതോ ഒന്നും തന്നെ കാര്യമായ കാര്യമില്ല. ഇതിനകത്തൊരു ഹ്യൂമൻ എറർ സംഭവിച്ചിരിക്കാം, ഒരു ടെക്നിക്കൽ ഫെയിലിയർ സംഭവിച്ചിരിക്കാം, ഒരു പക്ഷേ ഈ ബേർഡ് ഹിറ്റ് പോലെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിരിക്കാം. കാരണം ഇവിടെ വളരെ വിഖ്യാതമായി നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഹഡ്സൺ നദിയിൽ അമേരിക്കയിൽ ന്യൂയോർക്കിലെ ജോൺ എഫ് കെനഡി എയർപോർട്ടിൽ നിന്നും പറന്നുയർന്ന ഒരു വിമാനം ഒരു 6000 അടിയോളം ഉയരം കൈവരിച്ചതിന് ശേഷം പെട്ടെന്ന് താഴുകയാണ്. പെട്ടെന്ന് അത് ഫ്ലോട്ട് ചെയ്ത് വന്ന് താഴെ ഒരു ജലാശയത്തിന് മേൽ ലാൻഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന അത്ഭുതകരമായ ഒരു കാര്യമാണുള്ളത്. ഒരുപക്ഷെ ഒരു മിനിറ്റിൽ 300 അടി വരെ ഫ്ലോട്ട് ചെയ്ത് താഴ്ത്തി കൊണ്ടുവരാം. പക്ഷേ അതിനൊന്നുമുള്ള സമയം ഈ എയർക്രാഫ്റ്റിന് ലഭിച്ചില്ല എന്ന് വേണം കരുതാൻ. കാരണം ടേക്ക് ഓഫ് ചെയ്ത് മാക്സിമം വെലോസിറ്റി അല്ലെങ്കിൽ ഓപ്റ്റിമം വെലോസിറ്റി ആർജിച്ചതിന് ശേഷം ഒരു 150 km/h ആണ്. അത് കഴിഞ്ഞിട്ട് ടേക്ക് ഓഫ് സംഭവിക്കുന്നു. ടേക്ക് ഓഫ് സംഭവിക്കുന്നത് വരെ എല്ലാം സ്മൂത്ത് ആണെന്നുള്ള രീതിയിൽ തന്നെയാണ് ഉള്ളത്. അത് ടേക്ക് ഓഫ് അബോർട്ട് ചെയ്യാനൊരു ശ്രമം നടന്നതായി കാണുന്നില്ല. ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞ് കൃത്യം 30-35 സെക്കൻഡിനുള്ളിൽ, 1 മിനിറ്റിനുള്ളിൽ തന്നെ ഏതാണ്ട് 650ഓളം, സമുദ്രനിരപ്പിൽ നിന്നും 650ഓളം അടി ഉയരം ആർജിച്ചതിന് ശേഷം പെട്ടെന്ന് ഹൈറ്റ് നഷ്ടപ്പെടുകയാണ്. ആ രീതിയിലാണ് ചിത്രങ്ങൾ കാണുന്നത്. ആ രീതിയിൽ തന്നെയാണ് അതിൻ്റെ സാങ്കേതികമായ അത് പരിശോധന ആവശ്യമാണ്. തീർച്ചയായിട്ടും എന്തുകൊണ്ടാണത് സംഭവിക്കുന്നതെന്ന്. അപ്പോൾ അവിടെ എല്ലാം വളരെ പെട്ടെന്ന് സംഭവിച്ചു. 1 മിനിറ്റിനുള്ളിൽ തന്നെ ഈ ക്രാഷ് സംഭവിച്ചു എന്ന് പറയുമ്പോൾ 2 എൻജിനും ഒരുപോലെ ഫെയിൽ ചെയ്തിരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതൊരു ഹ്യൂമൻ എറർ കൊണ്ട് സംഭവിക്കാമോ? 2 പൈലറ്റ്സ് ഉണ്ട്. ഏതെങ്കിലും ഒരു പൈലറ്റിന് കയ്യബദ്ധം പറ്റുന്നു, അല്ലെങ്കിൽ സാങ്കേതിക പിഴവ് പറ്റുന്നു എങ്കിൽ, ഇപ്പോൾ മംഗലാപുരം അപകടം നടന്നതിന് ശേഷം ഇപ്പം നമുക്കൊരു 2 ബട്ടൺ സ്കീമാണ്. ഇപ്പം മെയിൻ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിൽക്കുന്ന മെയിൻ പൈലറ്റിന് ഇത് നിയന്ത്രിക്കാൻ ഉള്ള സാഹചര്യമില്ല എങ്കിൽ കോ പൈലറ്റ് പെട്ടെന്ന് ടേക്ക് ഓവർ ചെയ്യാനുള്ള ഒരു സംവിധാനം പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായി ഏർപ്പെടുത്തിയ സ്ഥിതിക്ക് കാര്യമായ ആശങ്കകളൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. 2 എൻജിനും ഒരുപോലെ ഫെയിൽ ചെയ്യുന്ന അത്യപൂർവമായ സാഹചര്യങ്ങൾ മാത്രമേ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളൂ എന്നും ഓർത്തിരിക്കേണ്ടതാണ്.
അതുകൊണ്ട് ഇവിടെ എല്ലാ തരത്തിലുള്ള സുരക്ഷാ ചെക്കുകളും നടത്തി ഒരു വിമാനം പറന്നുയരുമ്പോൾ പെട്ടെന്ന് തന്നെ 1 മിനിറ്റിനുള്ളിൽ തന്നെ അത് താഴെ പോകുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ 2 കാര്യങ്ങളാണ്. ഒന്ന്, എയർക്രാഫ്റ്റുകൾ ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ലാൻഡ് ചെയ്യുമ്പോഴുമാണ് ചരിത്രത്തിൽ 70% അപകടങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. ഒരിക്കൽ ഓപ്റ്റിമം ഹൈറ്റ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ 35,000 അടി ഉൾപ്പെടെയുള്ള ഹൈറ്റുകൾ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോ പൈലറ്റ് സിസ്റ്റത്തിൽ സംഭവം മൂവ് ചെയ്തോളും. അത് കാര്യമായ കുഴപ്പം വരാനില്ല. അതിനകത്തൊരു ഹ്യൂമൻ എറർ സാധ്യത അവിടെ കുറവാണ്. പക്ഷേ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ് സമയത്ത് വലിയ രീതിയിലുള്ള പോരായ്മകളാണ് ഉണ്ടാകുന്നത്, പലപ്പോഴും ഹ്യൂമൻ എറർ കൊണ്ട് മാത്രം. ഇപ്പം പൈലറ്റിൻ്റെ ഓവർ കോൺഫിഡൻസ് ആകാം. ഇവിടെ എൻ്റെ ഈ പാനലിൽ ഒരു പൈലറ്റുണ്ട്, അതുപോലെ എയർ ട്രാഫിക് കൺട്രോൾ അതോറിറ്റിയുടെ ഭാഗത്തുള്ള ഉന്നത ഉദ്യോഗസ്ഥനുണ്ട്. അപ്പോൾ അവർക്ക് അതിൻ്റെ സാങ്കേതിക വശങ്ങൾ തീർച്ചയായിട്ടും അറിയാൻ സാധിക്കും. അതുകൊണ്ട് പൈലറ്റ് എറർ എന്നത് മാത്രമായി തുച്ഛീകരിച്ച് കാണാനാവുമോ, അതോ എയർക്രാഫ്റ്റിൻ്റെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ബോയിങ് കമ്പനിയുടെ എയർക്രാഫ്റ്റുമായി ബന്ധപ്പെട്ട മാനുഫാക്ചറിങ്ങിലോ അല്ലെങ്കിൽ സാങ്കേതികമായ കാര്യങ്ങളിലോ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലാത്ത ഒരു എറർ, ഒരു ക്രിട്ടിക്കൽ എറർ സംഭവിക്കുകയും അത് ഇവിടെ ഫീറ്റിലാവുകയും ചെയ്തോ എന്നതാണ്. എന്തായാലും ബോയിങ്ങിൻ്റെ ഓഹരി വലിയ രീതിയിലെ കൂപ്പ് കുത്തിയിരിക്കുന്നു. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രെഡിബിലിറ്റി ക്രൈസിസ് അവിടെ താൽക്കാലികമായി ഈ പറയുന്ന ഒന്നുകിൽ ഹൈഡ്രോളിക് ഫെയിലുവർ അല്ലെങ്കിൽ ബേർഡ് സ്ട്രൈക്കിന്റെ സാധ്യതകൾ തള്ളിക്കളയുന്നില്ല വിദഗ്ധർ. ഒപ്പം 3 ഇൻകറക്റ്റ് വെയിറ്റ് ആൻഡ് ബാലൻസ് ക്യാൻ അബ്സല്യൂട്ട്ലി ലീഡ് ടു എയർക്രാഫ്റ്റ് ക്രാഷ് എന്നൊക്കെ വിലയിരുത്തുന്നവരും ഉണ്ട്.